നമസ്കാരം, ഞാൻ ആഷിഖ് മാമു, ചീഫ് ഡിസൈനർ, മരിയ ഗ്രൂപ്പ് ഓഫ് ആർക്കിടെക്ട്സ്. മീഡിയ വൺ സ്മാർട്ട് ഹോം പ്രോഗ്രാമിന് വേണ്ടി ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന വീട് പാലക്കാട് മലമ്പുഴ റോഡിൽ ഇന്ത്യൻ ആർമിയിൽ ലെഫ്റ്റനൻറ്റ് കേണലായിട്ടുള്ള മിസ്റ്റർ സുധീഷ് എന്നയാൾക്ക് വേണ്ടി മരിയ ഗ്രൂപ്പ് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചു കൊടുത്ത വീടിനെക്കുറിച്ചാണ്. മരിയ ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഇത് നമ്മുടെ ക്ലയൻറ്റിന് വേണ്ടിയുള്ള രണ്ടാമത്തെ പ്രൊജക്റ്റാണ്. ആദ്യത്തെ വീട് ഹൈവേയോട് ചേർന്ന് തന്നെയായിരുന്നു. ആ ഹൈവേയുടെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി നല്ലൊരു ഗ്രാമ അന്തരീക്ഷത്തിൽ, അതായത് മലമ്പുഴ പാലക്കാട് ടൗണിൽ നിന്ന് ജസ്റ്റ് ഒരു 2 കിലോമീറ്റർ മാത്രം അകത്തോട്ട് മാറിയുള്ള ഒരു പ്ലോട്ടാണ് അദ്ദേഹം ഈ വീടിന് വേണ്ടി ആദ്യം സെലക്ട് ചെയ്തത്. ആ സെലക്ട് ചെയ്ത ഉടനെ തന്നെ അദ്ദേഹം ഞങ്ങൾ ആദ്യം പഴയ വീടിൻ്റെ ആ ബന്ധം വെച്ച് അദ്ദേഹം എന്നെ വിളിക്കുകയും അങ്ങനെയാണ് ഈ ഒരു വീട് ഞാൻ പ്ലോട്ട് കാണാമെന്ന് സമ്മതിച്ച് ഇവിടെ വന്ന് പ്ലോട്ട് കാണുന്നത്. നമ്മളൊരു പ്ലോട്ട് വന്ന് കാണുമ്പോൾ അവിടെ ഓരോ പ്ലോട്ടിൻ്റെയും ലെവൽ, ആദ്യത്തെ വീടിൻ്റെ പ്ലോട്ടിൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ നിരപ്പായിരുന്നു. പക്ഷേ ഇവിടെ ആ മെയിൻ റോഡിൽ നിന്ന് നോക്കുമ്പോൾ പ്ലോട്ട് കുന്നിറങ്ങി വന്നുകൊണ്ടുള്ള ഒരു പ്ലോട്ടാണ് അദ്ദേഹം സെലക്ട് ചെയ്തത്. അത് തന്നെ അതിൻ്റെ പിറകിൽ നല്ലൊരു പുഴയും അതുപോലെ മുൻവശത്ത് പടിഞ്ഞാറ് വശത്തേക്ക് മുഖമായിട്ടുള്ള ഒരു വീട്, ചുറ്റും ഇഷ്ടംപോലെ വീടുകളും. പക്ഷേ ഇദ്ദേഹത്തിന് ലഭിച്ച ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലേ ഔട്ടിൽ ഏറ്റവും നല്ല ഒരു പ്ലോട്ടാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അത് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതിൻ്റെ പിറകിലുള്ള ആ പുഴ തന്നെയാണ്. ഞാൻ അദ്ദേഹവുമായിട്ട് ഡിസ്കസ് ചെയ്തു. കുറച്ച് റൈസ് ചെയ്യാനുണ്ട്. അങ്ങനെ അതിനനുസരിച്ച് പ്ലോട്ട് ഉയർത്തി കൊണ്ടുവന്ന് അതിനനുസരിച്ച് ഒരു ഡിസൈൻ തയ്യാറാക്കി ആ ഒരു ഡിസൈൻ അദ്ദേഹം ഫാമിലിയുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ, അവരുടെ പഴയ റിക്വയർമെൻറ്റ് കയ്യിലുള്ളത് കൊണ്ട് തന്നെ പുതുതായിട്ട് വരുന്ന പ്ലോട്ടിൽ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള കൂടുതൽ ഡിസ്കഷൻ്റെ ആവശ്യം വന്നില്ല. അവരുടെ സാറിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ അങ്ങനെ ഒരു നിർദ്ദേശവും ഉണ്ടായിരുന്നു. എനിക്ക് പഴയ വീട് 100% സാറ്റിസ്ഫൈഡ് ആണ്, ആ ഒരു റിക്വയർമെൻറ്റ് തന്നെ ഇങ്ങോട്ട് പുതിയ വീട്ടിലേക്ക് മതിയെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം, അത് പരിഗണിച്ചുകൊണ്ടാണ് ആ പ്ലോട്ട്, അതായത് മുൻപത്തെ ഡിസൈൻ ആ പ്ലോട്ടിനനുസരിച്ച് ചെയ്തു. പുതിയ പ്ലോട്ടിനനുസരിച്ച് പുതിയ ഡിസൈൻ ചെയ്യുമ്പോൾ റിക്വയർമെൻറ്റ് അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് വീടിൻ്റെ ഡിസൈനിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി. പക്ഷേ വീട്ടിനകത്തോട്ട് കയറി കഴിഞ്ഞാലും അതുപോലെ നാം മുറ്റത്ത് നിൽക്കുന്ന സമയത്ത് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാലും പുഴയിലേക്ക് ആക്സസ് കിട്ടുന്ന രീതിയിൽ, എന്നാൽ വീടിനകത്ത് നിന്നാൽ പുഴ എല്ലാ ഭാഗത്തു നിന്നും പുഴ കാണാൻ പറ്റുന്ന രീതിയിൽ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞങ്ങൾ മരിയ ഗ്രൂപ്പ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്ത് അദ്ദേഹത്തിന് വേണ്ടി നിർമ്മിച്ചു കൊടുത്തത്. ഇതാണ് നമ്മുടെ ഹൗസ് ഓണർ സുധീഷ് സാറ്. അദ്ദേഹം ഇന്ത്യൻ ആർമിയിൽ ലെഫ്റ്റനൻറ്റ് കേണലായിട്ട് വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിനും കുടുംബത്തിനും വേണ്ടിയാണ് ഞങ്ങൾ മരിയ ഗ്രൂപ്പ് ഈ വീട് നിർമ്മിച്ച് കൊടുത്തത്. അതായത് ഞങ്ങൾ തമ്മിലുള്ള രണ്ടാമത്തെ പ്രൊജക്റ്റാണ് ഈ ഒരു വീട്. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ഇതിനു മുമ്പൊരു വീട് ചെയ്തിട്ടുണ്ടായി. ഇത് രണ്ടാമത്തെ ഒരു വീടാണ്. പറയൂ സാർ, എങ്ങനെയാണ് മരിയ ഗ്രൂപ്പുമായിട്ടുള്ള ഈ വീടിൻ്റെ ഒരു അനുഭവം? നിങ്ങൾ പറഞ്ഞ മാതിരി ഞാൻ ആദ്യത്തെ പ്രോജക്റ്റ് തന്നെ നിങ്ങളുടെ ഒപ്പം ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് നമുക്ക് നിങ്ങൾ ഹാൻഡ് ഓവർ ചെയ്തത്. ആ ലൊക്കേഷൻ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനായിരുന്നു. ആ പ്ലാൻ അതേ പ്രകാരം നിങ്ങൾ പ്ലാൻ ചെയ്ത് തന്നു. പിന്നെ സെക്കൻഡ് പ്രോജക്റ്റായിട്ട് ആ ഒരു സാറ്റിസ്ഫാക്ഷനാണ് നിങ്ങൾക്ക് പിന്നെയും നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ അപ്രോച്ച് ചെയ്തത്. പിന്നെ ഇവിടുത്തെ ലൊക്കേഷൻ, ഇവിടുത്തെ റിവർ സൈഡ് വ്യൂ, ആ ഒരു വ്യൂവിന് ആപ്റ്റായിട്ടുള്ള ഒരു പ്ലാനാണ് നിങ്ങൾ നമുക്ക് ചെയ്തു തന്നത്. അതെല്ലാം പ്ലാനെല്ലാം എക്സിക്യൂട്ട് ആയിട്ട് വന്നപ്പോൾ ഇതൊരു കംപ്ലീറ്റ് ഹൗസായിട്ട് നമ്മൾ വാട്ട് വി ഫെൽറ്റ് ഈസ് വി ഡ്രീംഡ് ആസ് എ കംപ്ലീറ്റ് ഹോം. ആ ഒരു ഹോമാണ് നമുക്ക് ഹാൻഡ് ഓവർ ആയത് നിങ്ങളുടെ സൈഡിൽ നിന്ന്. സോ വി ആർ വെരി മച്ച് സാറ്റിസ്ഫൈഡ്. നമ്മളെല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഈ
വീടിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ലെവല്, അതായത് ഇറങ്ങി വരുന്ന പ്ലോട്ട് ആയതുകൊണ്ട് തന്നെ കൺസ്ട്രക്ഷൻ ലെവൽ ഇച്ചിരി ഉയർത്തി റെയിൻ വാട്ടർ മഴവെള്ളമൊക്കെ ഒഴുകി പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അതിനനുസരിച്ച് മുറ്റം, അതായത് 1, 2, 3 വണ്ടികൾ മുന്നിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, അതുപോലെ തന്നെ വീട് പുഴയിൽ, അതായത് ബാക്ക് സൈഡ് പുഴയായതുകൊണ്ട് തന്നെ കൂടുതൽ പുഴയോട് അടുപ്പിക്കാതെ തന്നെ ബാക്കിൽ നല്ലൊരു മുറ്റം അറേഞ്ച് ചെയ്തുകൊണ്ട് ഭാവിയിൽ ടെന്നീസ് കോർട്ടോ അല്ലെങ്കിൽ ഷട്ടിൽ കോർട്ടോ അങ്ങനെയുള്ള റിക്രിയേഷൻ സ്പേസായി അങ്ങനെയുള്ള യൂട്ടിലൈസേഷന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താം എന്നുള്ള നിലക്ക് അവിടെ സ്ഥലം മാറ്റിവെച്ചു. മുൻഭാഗത്ത് റോഡിനോട് ചേർന്നുകൊണ്ട് സ്ഥലം വണ്ടി പാർക്ക് ചെയ്യാനും മറ്റുള്ള ആവശ്യങ്ങൾക്കുള്ള ലാൻഡ്സ്കേപ്പിനൊക്കെ ഉള്ള സ്ഥലവും മാറ്റിവെച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഡിസൈൻ ഇനീഷ്യൽ അതിൻ്റെ ലേ ഔട്ട് തയ്യാറാക്കിയത്. ഈ വീടിൻ്റെ മോഡൽ, അതായത് ഫ്രണ്ട് ഡിസൈൻ എന്ന് പറയുന്നത് ഒരു മോഡേൺ കണ്ടംപററി ഡിസൈനാണ്. ഫ്രണ്ട് എലിവേഷൻ തയ്യാറാക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിച്ചത് ഇതിനൊരു ഏരിയൽ വ്യൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് മോഡേൺ കണ്ടംപററി ശൈലിയുടെ ഫ്ലാറ്റ് റൂഫും അതുപോലെ കൊളോണിയൽ ശൈലിയുടെ ഒരു സ്ലോപ്പ് റൂഫും ഇങ്ങനെ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് വീട് അതിൻ്റെ പ്ലാനിങ് സ്റ്റേജിൽ തന്നെ വൈഡായിട്ട് പ്ലാൻ ചെയ്തു, കുറച്ച് നീട്ടി വലിച്ച് പ്ലാൻ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. ടോട്ടലി വീട് ചെയ്തപ്പോൾ അതിൻ്റെ സ്ഥലം പരിശോധിച്ച് ഈ സ്ഥലത്ത് എങ്ങനെയാണ് വീട് വന്നു കഴിഞ്ഞാൽ കാണാൻ ഭംഗിയുണ്ടാവുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീട്ടിലേക്ക് വരുന്ന ആളുടെ കണ്ണിലേക്ക് വീടിൻ്റെ മുഴുവൻ വ്യൂവും ലഭിക്കണം എന്നുകൂടെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഡിസൈൻ പാറ്റേണാണ് ഇവിടെ രൂപപ്പെടുത്തിയെടുത്തത്. ഭിത്തിയിലോട്ട് നോക്കുകയാണെങ്കിൽ പഴയ സ്ലൈറ്റ് ടൈലിൻ്റെ ടൈപ്പിലുള്ള അതേ രീതിയിലുള്ള ഒരു ക്ലാഡി സ്റ്റോണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ അടിഭാഗത്തെ തറയുടെ ഭാഗങ്ങളിൽ അതുപോലെ തന്നെ ഭിത്തികളിൽ പ്രത്യേകിച്ച് 75% വൈറ്റ് തീം തന്നെ യൂസ് ചെയ്തുകൊണ്ട് എന്നാൽ 25% മറ്റുള്ള കളറുകളോട് ചേർത്തുകൊണ്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ എലിവേഷൻ്റെ ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ അത് മോഡേൺ ശൈലിയുടെ ആ ഒരു ഫ്ലാറ്റ് റൂഫ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവിടെയും ഗ്രേ ടോണും അതിനോട് ചേർന്ന് നമ്മുടെ തേക്ക് വുഡിൻ്റെ ആ വുഡൻ കളറിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ അവിടെ പ്ലാസ്റ്ററിങ്ങിൽ ഗ്രൂസ് കൊടുത്തുകൊണ്ട് തേക്ക് വുഡിൻ്റെ കളർ ഉപയോഗിക്കുകയും എന്നാൽ ധാരാളം ഷെയ്ഡ്, അതായത് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥക്ക് യോജിക്കുന്ന രീതിയിൽ അവിടെ എല്ലാ സ്ലാബുകളും കൃത്യമായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് റെയിൻ വാട്ടർ നേരെ പുറത്തോട്ട് പോകാനുള്ള സൗകര്യങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. വീടിൻ്റെ എലിവേഷന് ഒട്ടും ഭംഗി കുറയാത്ത രീതിയിൽ എന്നാൽ എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള ഒരു കാർ പോർച്ച് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ കാർ പോർച്ചും വരാന്തയും തമ്മിൽ ഒരു പഴയ കോട്ടയാടിൻ്റെ ഒരു ഫീല് വരുന്ന രീതിയിലും അതിനോട് ചേർന്ന് കാർ പോർച്ചിനോട് ചേർന്ന് തന്നെ ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്, ഒരു തിണ്ണ കൂടെ കൊടുത്തുകൊണ്ടാണ് ഈ വീടിൻ്റെ ഡിസൈൻ പൂർത്തിയാക്കിയിരിക്കുന്നത്. 3000 സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിൽ 4 ബെഡ്റൂം, ഫോമൽ ലിവിങ് ഏരിയ, ഫാമിലി ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ, അതുപോലെ തന്നെ പൂജാ സ്പേസ്, അതുപോലെ തന്നെ ഓപ്പൺ കിച്ചൺ, ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, അതായത് വീടിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ എന്നാൽ ഒരു 5000-ഓ 6000-ഓ സ്ക്വയർ ഫീറ്റ് ഫീല് വരുന്ന രീതിയിലുള്ള ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ സാധിച്ചതിൽ മരിയ ഗ്രൂപ്പിന് അഭിമാനമുണ്ട്. ഈ ഒരു വീട് നമുക്ക് 3000 സ്ക്വയർ ഫീറ്റ് മാത്രമേ വലിപ്പമുള്ളൂവെങ്കിലും നമുക്ക് പുറത്ത് നിന്ന് കാണുമ്പോൾ ആ ഒരു വൈഡ്നെസ്, അതായത് ആ വീടിൻ്റെ ഒരു വലിപ്പം അകത്തുകൂടെ വേണം എന്നുള്ളൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. കാരണം വീടിനകത്തോട്ട് കയറുമ്പോൾ ആ വീടിൻ്റെ വലിപ്പത്തിനനുസരിച്ചുള്ള അകത്തളം ഇല്ല എന്നുള്ളത് ഒരു പോരായ്മ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ആദ്യമായി ചെയ്തത് ഇവിടെയുള്ള, നമുക്കറിയാം ഒരു വീട് എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി, അതായത് സെക്യൂരിറ്റിക്ക് വേണ്ടി പുറഭാഗത്ത് ഭിത്തികൾ കൊടുത്തുകൊണ്ട് അകത്ത് നമുക്ക് പ്രൈവസി വേണ്ടത് ബെഡ്റൂം, ബാത്റൂം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമുക്ക് പ്രൈവസി വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് സ്വീകരണ മുറിയിലും അതുപോലെ തന്നെ ഫോമൽ ലിവിങ്, ഡൈനിങ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള ഭിത്തികൾ ഒഴിവാക്കിക്കൊണ്ട് അകത്ത് മാക്സിമം വിശാലത കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഞാൻ പ്ലാനിങ്ങിൽ ആദ്യം ചെയ്തത്. ആ മെയിൻ ഡോറ് തുറന്ന് അകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ നമുക്കൊരു വിശാലമായ ഒരു ഹാളിലേക്കാണ് നാം കയറുന്നത്. ഇവിടെ നമുക്ക് ഫോമൽ ലിവിംഗ് ഉണ്ട്, പക്ഷേ അതിൻ്റെ പിറകിലായിട്ട് ഫാമിലി ലിവിംഗ് ഉണ്ട്. അവിടെ ഫാബ്രിക്കേറ്റഡ് പെർഗോളകൾ കൊടുത്തുകൊണ്ട്, വെർട്ടിക്കൽ പെർഗോളകൾ കൊടുത്തുകൊണ്ട്
അവിടെ പ്രൈവസി കൊണ്ടുവരികയാണ് ചെയ്തത്. അടുത്തതായി ഡൈനിങ് ഏരിയ, അതുപോലെ തന്നെ കിച്ചൺ, ഓപ്പൺ കിച്ചണുണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് വർക്കിംഗ് കിച്ചൺ വരുന്നത്. പക്ഷേ എല്ലാ സ്ഥലത്തും, അതായത് ഈ വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് എല്ലാ ഭാഗവും കാണുവാൻ പറ്റും. പക്ഷേ ഫാമിലിക്ക് ആവശ്യമായ, നമുക്കറിയാം ഈ ഫോമൽ ലിവിങ്ങിൻ്റെ തൊട്ട് പിറകിലായിട്ടാണ് ഫാമിലി ലിവിങ്ങും അതുപോലെ തന്നെ ബെഡ്റൂമുകളും വരുന്നത്. എന്നാൽ ബെഡ്റൂമിൽ ഇരിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ബെഡ്റൂം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഫോമൽ ലിവിങ്ങിൽ ഗസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതൊരു പ്രൈവസിക്ക് കോട്ടം തട്ടാൻ പാടില്ല എന്നുള്ള നിലക്കാണ് ഇവിടെ ഒരു ഫാബ്രിക്കേറ്റഡ് പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നത്. ഈ വീടിൻ്റെ, അതായത് ട്രാഫിക് ഏരിയ, നമ്മുടെ മെയിൻ ട്രാഫിക് ഏരിയ എന്ന് പറയുമ്പോൾ കോളിംഗ് ബെല്ല് കേൾക്കുമ്പോൾ കിച്ചൺ വരെയുള്ള സ്ഥലം, അതുപോലെ മാസ്റ്റർ ബെഡ്റൂം വരെയുള്ള സ്ഥലം, ഇങ്ങനെയുള്ള ഏരിയകളിൽ, അതായത് കോളിംഗ് ബെല്ല് കേൾക്കുമ്പോൾ വീട്ടുകാരി ഓടി വരുന്ന സ്ഥലം, അതായത് ഡോറ് തുറക്കാൻ വേണ്ടി ഓടി വരുന്ന സ്ഥലങ്ങളിൽ ഒന്നും ഒരു തടസ്സവും ഇല്ലാത്ത രീതിയിലാണ് ഈ വീട് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത്. എന്നെ ഈ പ്ലോട്ട് മേടിച്ച് ഇവിടെ വീടുണ്ടാക്കാൻ ഇൻസ്പയർ ചെയ്ത ഒരു റീസണാണ്, പ്രൈം റീസണാണ് ഇവിടുത്തെ റിവർ വ്യൂ. അപ്പോൾ അങ്ങനത്തെ ഒരു നാച്ചുറൽ വ്യൂ ഇവിടെ ഉള്ളപ്പോൾ വൈ നോട്ട് വി ഹാവ് ടു യൂസ് ഇറ്റ്. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ എന്തിനാണ് ചെയ്യാൻ പറ്റാത്തത്? പിന്നെ അതിൻ്റെ ഒരു പ്ലാനിങ് നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഓപ്പൺനെസ്, നമുക്ക് ഏത് കോർണറിൽ നിന്ന് നോക്കുമ്പോൾ നെക്സ്റ്റ് കോർണർ വി ക്യാൻ സീ, ആ ഒരു ട്രാൻസ്പെറൻറ്റ് വ്യൂ. ഈ ഫോമൽ ലിവിങ് ഏരിയയിലുള്ള ഡബിൾ ഹൈറ്റ്, അതായത് നമുക്ക് വീടിനകത്തുള്ള ഹോട്ട് എയർ മേലോട്ട് പൊങ്ങി അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യേണ്ട രീതിയിലാണ് ഈ ഫോമൽ ലിവിങ് ഏരിയയിൽ ഡബിൾ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ നിൽക്കുമ്പോൾ, നമുക്ക് വീട്ടിനകത്ത് നിൽക്കുമ്പോൾ ഫാൻ ഇല്ലെങ്കിലും എ സി ഇല്ലെങ്കിലും നമുക്ക് നല്ലൊരു ഫീല്, പ്രകൃതിയായുള്ള കാറ്റും വെളിച്ചവും കൂടുതലായിട്ട് വീട്ടിനകത്തേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ ഏരിയകളിലും നമുക്ക് ഡോറ് തുറക്കുന്ന സ്ഥലങ്ങളായാലും വിൻഡോസ് ആയാലും ക്രോസ് പാസിങ് കിട്ടുന്ന, അതായത് ക്രോസ് വെന്റിലേഷൻ കിട്ടുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു വീട്ടിലെ ഫോമൽ ലിവിങ്ങിൽ നിന്നും നാം ഹാളിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഭാഗം, അതാണ് ഈ കാണുന്നത്. അവിടെ നിന്ന് കയറുന്ന ഒരു വഴിക്ക് നമുക്കൊരു പൂജാ സ്പേസ് ഉണ്ട്, അതുപോലെ തന്നെ അവിടെ ഒരു ഊഞ്ഞാൽ, അതുപോലെ തന്നെ ഫോമൽ ഡൈനിങ്, അതിൻ്റെ പിറകിലായിട്ട് ഫാമിലി ലിവിങ്, ഓപ്പൺ കിച്ചൺ, ഇങ്ങനെ സ്റ്റെയർ കേസ്, ഇതൊക്കെ ചേർന്ന് ഉള്ള ഒരു ഹാളാണ് ഈ കാണുന്നത്. ഒരു ഓപ്പൺ പൂജാ സ്പേസാണ് മറിയ ഗ്രൂപ്പിനോട് നമ്മൾ ആവശ്യപ്പെട്ടത്. അവരത് നന്നായി എക്സിക്യൂട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഇവിടെ ഈ സ്വിങ്, അതിനുള്ള സ്പേസ് എല്ലാം നന്നായിട്ട് അവർ പ്ലാൻ ചെയ്തിട്ട് തന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ വീടിനകത്ത്, അതായത് വീടിനകത്ത് മെയിൻ ഡോറ് തുറന്ന് അകത്ത് കയറി കഴിഞ്ഞാൽ തന്നെ പിറകിലുള്ള പുഴ നമുക്ക് കാണുവാൻ പറ്റുന്ന രീതിയിൽ, അത് ഫാമിലി ലിവിങ്ങിൽ നിന്ന് കഴിഞ്ഞാലും കിച്ചണിൽ നിന്ന് കഴിഞ്ഞാലും അതുപോലെ ഡൈനിങ് ഏരിയയിൽ നിന്ന് കഴിഞ്ഞാലും ആ ബാക്ക് വശത്തുള്ള പുഴ നമുക്ക് വീടിനകത്ത് നിന്ന് തന്നെ കാണേണ്ട രീതിയിലാണ് ഈ വീടിൻ്റെ വെന്റിലേഷനും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് എടുത്തിരിക്കുന്നത്. ഈ ഒരു സ്പേസ് നമുക്ക് ഫോമൽ ഡൈനിങ് ഏരിയ ആണ്. ആ ഡൈനിങ് ഏരിയയിൽ സീലിങ്ങിന് നമുക്ക് ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള ക്ലാഡിങ്, അതായത് വുഡൻ ക്ലാഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് വീട്ടുകാരുടെ സജഷൻ അനുസരിച്ച് അവർക്ക് വുഡൻ കോൺസെപ്റ്റിൽ കൂടുതലായിട്ട് താല്പര്യമുള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള കളറുകൾ മാക്സിമം വുഡൻ, അതായത് തേക്ക് വുഡിൻ്റെ ഒക്കെ കളറുകൾ വീടിനകത്തേക്ക് സീലിങ്ങിലും അതുപോലെ ക്ലാഡിങ്ങിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പാനലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഊഞ്ഞാലുകളായാലും ഇതൊക്കെ തേക്ക് വുഡിൽ ചെയ്തെടുത്ത ഒരു നിർമ്മിതിയായിട്ടാണ് നമുക്കിവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഡൈനിങ് ഏരിയയുടെ ഒരു കോർണർ സ്പേസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ അവിടെ ഒരു കവേർഡായിട്ട് ഒരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അത് ഡൈനിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ വീട്ടിലെ TV ഏരിയ എന്ന് പറയുന്നത് ഫാമിലി ലിവിങ് ഏരിയയാണ്. അതായത് ഫോമൽ ലിവിങ്ങിൻ്റെ പിറകിലും എന്നാൽ ഡൈനിങ്ങിൽ നിന്നും നേരിട്ട് ആക്സസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഏരിയയിലാണ് TV കൊടുത്തിരിക്കുന്നത്. അവിടെ തന്നെയാണ് ഫാമിലി സിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഈ വീട് നമ്മൾ പഴയ വീടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എന്താണ് മാഡം ഒരു എക്സ്പീരിയൻസ്, വീട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് എന്താണ്? ഞാൻ പറഞ്ഞ എല്ലാ റിക്വയർമെൻറ്റ്സും ഇവർ ഫുൾഫിൽ ചെയ്ത് തന്നിട്ടുണ്ട്. ഈ ഓപ്പൺനെസ്സാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കിച്ചണിൽ നോക്കുമ്പോൾ നമുക്ക് എല്ലാ ഏരിയയിലേക്കും വ്യൂ എത്തുന്നുണ്ട്.
ലിവിങ് റൂമിലേക്കായാലും ഫാമിലി റൂമിലേക്കായാലും മുകളിലേക്കായാലും നമുക്ക് കിച്ചണിൽ നിൽക്കുമ്പോൾ തന്നെ ആക്സസ് കിട്ടുന്നുണ്ട്. നമ്മൾ ചെറിയ കുട്ടികളുള്ളപ്പോൾ നമുക്ക് ആ ഒരു സൗകര്യം അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞ മാതിരി എല്ലാവരും ചെയ്യും. പിന്നെ എല്ലാം കൊണ്ടും നല്ലൊരു ഫീലിംഗാണ്. ഒരു ശ്വാസം മുട്ടലും മാറി വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല കാറ്റും വിളിച്ചും കുറച്ചുകൂടെ ഓപ്പണായിട്ട് കുട്ടികൾക്ക് കളിക്കാനായാലും കുറച്ച് സ്പേസ് ഉള്ളതാണ്. സന്തോഷമായിരുന്നു. എല്ലാ റൂംസും ഇഷ്ടപ്പെട്ടു. ഏറ്റവും കൂടുതൽ മോളത്തെ റൂംസിത്തെ ഇഷ്ടപ്പെട്ടു. ഈ വീടിൻ്റെ സ്റ്റെയർകേസ് ഏരിയ ആണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് ഫാമിലി ലിവിങ്ങിൽ നിന്നും ബെഡ്റൂമിൽ നിന്നും നേരിട്ട് ആക്സസ് കിട്ടുന്ന രീതിയിൽ, എന്നാൽ ഡൈനിങ്ങിനോട് ചേർന്ന് വരുന്ന ഭാഗത്തുമാണ് ഈ സ്റ്റെയർകേസ് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിനെ ടോട്ടലി നോക്കുകയാണെങ്കിൽ ഒരു റെക്ടാങ്കുലർ ഷേപ്പിൽ ഒരു സ്ക്വയറായിട്ടാണ് എല്ലാ സ്ഥലങ്ങളും പ്ലാൻ ചെയ്തത്. പക്ഷേ ഈ സ്റ്റെയർകേസ് മാത്രമാണ് ഒരു കേവ് ഷേപ്പിലേക്ക് ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നത്. അത് ചെയ്യാൻ കാരണം ഒന്ന്, മെയിൻ ഡോറ് തുറന്ന് കയറുമ്പോൾ തന്നെ സ്റ്റെയർകേസ് നേരിട്ട് മുഖം കൊടുക്കാത്ത രീതിയിൽ അതിനെ ഒന്ന് കേവ് ചെയ്ത് ഫാമിലി ലിവിങ്ങിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ, അത് കൂടുതൽ പ്രൈവസി, അതായത് വീട്ടുകാർക്ക് സ്റ്റെയർകേസ് ഉപയോഗിക്കുമ്പോൾ ഫോമൽ ലിവിങ്ങിൽ ഗസ്റ്റുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ കൂടുതൽ പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് ഈ സ്റ്റെയർകേസ്. എന്നാൽ സ്റ്റെയർകേസ് അവിടെ ഉണ്ടെന്നുള്ള ഒരു ഫീല് വരാത്ത രീതിയിൽ അതിൻ്റെ ഡിസൈൻ ഗ്ലാസും അതുപോലെ വുഡൻ ഹാൻഡ് റെയിലും കൊടുത്തുകൊണ്ട് വളരെ സിമ്പിളായിട്ട് അങ്ങനെ ഒരു സ്റ്റെയർകേസ് ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ വീട്ടിനകത്ത് സ്റ്റെയർകേസിന് വേണ്ടി ഒരു സ്ഥലം നഷ്ടപ്പെടുത്തി എന്ന് തോന്നാത്ത രീതിയിലുമാണ് ഈ സ്റ്റെയർകേസ് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ സ്റ്റെയർകേസ്, അതായത് സ്റ്റെപ്പുകൾ കയറി പോകുന്ന സമയത്ത് മാക്സിമം കിഴക്ക് വശത്തുള്ള ആകാശ ദൃശ്യങ്ങൾ കിട്ടുന്ന രീതിയിൽ അവിടെ ഓരോ പോയിന്റിലും ഗ്ലാസ്സുകളൊക്കെ കൊടുത്തുകൊണ്ട് അവിടുത്തെ നമുക്ക് ഇതിൻ്റെ പിറകിലുള്ള പുഴയും സ്റ്റെപ്പ് കയറുന്ന സമയത്ത് ആ പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റും. അതുപോലെ താഴെ നിന്ന് നോക്കുമ്പോൾ നമുക്കതിൻ്റെ ആകാശ ദൃശ്യവും കൂടെ കിട്ടുന്ന രീതിയിൽ അങ്ങനെ മാക്സിമം ലൈറ്റ് വീട്ടിനകത്തോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചത് കൂടാതെ ഈ ലാൻഡിങ്ങിൽ, അതായത് സ്റ്റെയർകേസ് കയറി ആ മധ്യത്തിലെത്തുന്ന ലാൻഡിങ്ങിൽ നമുക്കവിടെ ഒരു സ്റ്റഡി ഏരിയ കൂടെ അറേഞ്ച് ചെയ്യാം എന്നുള്ള രീതിയിലാണ് അവിടെ ഇത്തിരി സ്പേസ് കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ കിച്ചൺ ആണ് ഈ കാണുന്നത്. ഇവിടെ പ്ലൈവുഡും അക്രിലിക്കും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മോഡുലാർ കിച്ചണാണ് നാം ഈ കാണുന്നത്. ഈ കളർ സെലക്ഷൻ അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ക്ലയൻറ്റിൻ്റെ ഇടപെടലുകളും കാര്യങ്ങളും അവരുടെ ആഗ്രഹങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഡിസൈൻ അതിനനുസരിച്ച് രൂപപ്പെടുത്തിയെടുത്തുകൊണ്ടാണ് ഈ കിച്ചൺ ചെയ്തെടുത്തിരിക്കുന്നത്. ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഈ ഓപ്പൺ കിച്ചനാണ്. ആക്ച്വലി നമ്മളുടെ വ്യൂവും അവരുടെ വർക്കും കൂടെ ബ്ലെൻഡായിട്ട് നല്ലൊരു യു ഷേപ്പിലുള്ള ഓപ്പൺ കിച്ചൺ തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ് ഞങ്ങളുടെ യൂട്ടിലിറ്റി ഏരിയ എന്ന് പറയുന്നത്. കുട്ടികൾക്കായാലും ഹോംവർക്ക് എഴുതുവാനും എല്ലാവരും ഇവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനെല്ലാം പ്രിഫർ ചെയ്യുന്നത്. നമ്മുടെ പുറകിൽ പ്രകൃതി രമണീയമായ പുഴയാണ്. അതിൻ്റെ ഫ്രഷ് എയർ നമ്മുടെ വീട്ടിലേക്ക് മാക്സിമം അകത്തേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോർ ഏരിയ ആണ് ഈ നിൽക്കുന്ന ഈ ഒരു ഏരിയ. ഇതിനോട് ചേർന്ന് തന്നെ മിഡിൽ ലെവലിലുള്ള ഒരു സ്റ്റഡി ഏരിയ ഉണ്ട്. പക്ഷേ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് കഴിഞ്ഞാലും മിഡിൽ ലെവലിൽ നിന്ന് കഴിഞ്ഞാലും ആ പുഴയുടെ ഒരു ടോപ്പ് വ്യൂ, അതായത് നമ്മൾ മുകളിൽ നിന്ന് പുഴയെ നോക്കിക്കാണുന്ന ഒരു വ്യൂ ക്യാച്ച് ചെയ്തുകൊണ്ടാണ് ഡിസൈൻ നിർമ്മിച്ചിരിക്കുന്നത്. അതായത് വീട്ടിലോട്ട് കയറിക്കഴിഞ്ഞാലും വീടിൻ്റെ ഏത് ഭാഗത്ത് നിന്നാലും നമുക്ക് പുഴ കാണാൻ പറ്റുന്ന രീതിയിലാണ് വീടിൻ്റെ ഡിസൈനും നിർമ്മാണവും. ഇതിനോട് ചേർന്ന് തന്നെ ഓപ്പൺ ടെറസ്, പുഴക്ക് അഭിമുഖമായിട്ട് രണ്ട് സൈഡിലും ഓപ്പൺ ടെറസ് കൊടുത്തിട്ടുണ്ട്. 2 ബെഡ്റൂമുണ്ട്. അതുപോലെ തന്നെ പടിഞ്ഞാറ് വശത്ത് മുൻവശത്തായിട്ട് നല്ലൊരു ബാൽക്കണിയും. ഇതൊക്കെ ചേർന്നതാണ് ഈ ഒരു ഫസ്റ്റ് ഫ്ലോർ ഏരിയ എന്ന് പറയുന്നത്. താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ അവർ നമുക്ക് മറിയ ഗ്രൂപ്പുകാർ ചെയ്തു തന്നിട്ടുണ്ട്. അറ്റാച്ച്ഡ് വാർഡ്രോബ്, ഡ്രസ്സിങ് ടേബിൾ, പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം നന്നായി ഡിസൈൻ ചെയ്ത് മറിയ ഗ്രൂപ്പ് തന്നിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം മാത്രമേ നമ്മൾ ഫർണിഷ് ചെയ്തിട്ടുള്ളൂ. മുകളിൽ കുട്ടികൾ വലുതാവുന്നതിനനുസരിച്ച് അവരുടെ ടേസ്റ്റിനനുസരിച്ച് അങ്ങനെ ഫർണിഷ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. മറിയ ഗ്രൂപ്പുകാർ
അവരുടെ വർക്ക് പ്ലാൻ വരയ്ക്കുന്ന ആ ടൈം മുതൽ അവരുടെ കൺസ്ട്രക്ഷൻ ഫിനിഷിങ് ആ സ്റ്റേജ് വരെ അവരുടെ വർക്ക് നല്ല നമ്മളോട് അഭിപ്രായം ഓരോന്നിലും ചോദിച്ച് മനസ്സിലാക്കി അതും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് അവരുടേതായ ആ ഒരു ടെക്നിക്കൽ ആ കൺസെപ്റ്റും എല്ലാം കൂടി ബ്ലെൻഡ് ആക്കിയിട്ട് നല്ലൊരു ഇതിൽ നമുക്ക് തന്നിട്ടുണ്ട്. നാം ഒരു വീട് നിർമ്മിക്കുമ്പോൾ നമുക്ക് ബഡ്ജറ്റ്, അതായത് ബഡ്ജറ്റ് ഇഷ്യൂസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ബഡ്ജറ്റിൽ കുറച്ച് ടൈം പീരീഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇനീഷ്യലി ആവശ്യമുള്ള കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഫ്യൂച്ചറിൽ ആവശ്യം വരുന്നതാണെങ്കിൽ ആ സമയത്തേക്ക് അത് മാറ്റി വെച്ചുകൊണ്ട് നമുക്ക് ഇപ്പോഴെന്താണ് ആവശ്യം, ഇപ്പോൾ നമുക്ക് ഉപയോഗത്തിന് എന്താണ് ആവശ്യം, ആ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വീടുകൾ നിർമ്മിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടെ നമുക്ക് പുഴയുടെ വ്യൂ കാണുന്ന ഓപ്പൺ ടെറസ് കൂടാതെ തന്നെ മുൻവശത്ത്, അതായത് പടിഞ്ഞാറ് വശത്തായിട്ട് ഒരു ബാൽക്കണി കൂടെ നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. ആ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ഗേറ്റും ഇതൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു ബാൽക്കണി പ്ലാൻ ചെയ്ത് നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. നാം ഒരു വീട് പ്ലാൻ ചെയ്യുമ്പോൾ അവിടെ ഏറ്റവും പ്രാധാന്യമാണ് ആ പ്ലാൻ ചെയ്യുന്ന എൻജിനീയറും ക്ലയൻറ്റുമായിട്ടുള്ള ഒരു ബന്ധം ഏറ്റവും പ്രധാനമാണ്. അതായത് ക്ലയൻറ്റിൻ്റെ ആശയങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു എൻജിനീയറെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ക്ലയൻറ്റിൻ്റെയും അവരുടെ കുടുംബാംഗങ്ങളുടെയൊക്കെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് ആശയങ്ങൾ, അവരുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ആഗ്രഹങ്ങളുണ്ടാവാം. അപ്പോൾ അവരുടെ ആ ആശയം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണെങ്കിൽ തീർച്ചയായിട്ടും ക്ലയൻറ്റിന് അവരുടെ മനസ്സിലുള്ള ഉദ്ദേശത്തിനനുസരിച്ച്, അവരുടെ ആശയങ്ങൾക്കനുസരിച്ചുള്ള ഒരു വീട് നിർമ്മിച്ച് താമസിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സുധീഷ് സാറുടെ ഈ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ഞങ്ങൾ മരിയ ഗ്രൂപ്പിന് ഞങ്ങളുടെ ഒരു ടീം, മരിയ ഗ്രൂപ്പിൻ്റെ എല്ലാ ടീമുകളും, അത് മരിയ ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ മരിയ PMC, മരിയ അൽമരിയ ഇൻറ്റീരിയർ ഫാക്ടറി, മരിയ കോൺക്രീറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ് പ്രൊഡക്റ്റ്, അങ്ങനെ എല്ലാ ആൾക്കാരും, ആ ടീമിൻ്റെ എല്ലാ ആൾക്കാരുടെയും ഒരു സപ്പോർട്ട് ഈ ക്ലയൻറ്റിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആസ് എ ഡിഫൻസ് പേഴ്സൺ, my the thing, എനിക്ക് ആ ടൈം ക്രിട്ടിക്കാലിറ്റി ഉണ്ട്. ഐ വിൽ നോട്ട് ബി അവൈലബിൾ ഫോർ മാക്സിമം ടൈം ഇൻ മൈ ഓൺ നേറ്റീവ് പ്ലേസ്. ആ ഒരു ക്രിട്ടിക്കാലിറ്റി എപ്പോഴും ഉണ്ട്. അപ്പോൾ അതിൻ്റെതായ റെസ്ട്രിക്ഷൻസും ഉണ്ട്. ബട്ട് നോയിങ് ദാറ്റ് വൺ ഹൗസ് വാസ് കംപ്ലീറ്റ്ലി ഫിനിഷ്ഡ് ആസ് പെർ മൈ റിക്വയർമെൻറ്റ്സ് ബൈ മരിയ ഗ്രൂപ്പ് ആൻഡ് ദ ടീം വിച്ച് പുട്ട് ഇൻ ലോട്ട് ഓഫ് എഫേർട്ട് അറ്റ് ദ ടൈം. അതേ സെയിം ഞാൻ ഇവിടെ ഹാൻഡ് ഓവർ ചെയ്തപ്പോൾ കൂടി ആ ഒരു ഫെയ്ത്ത് എനിക്ക് അവരുടെ ടീമിൽ ഉണ്ടായിരുന്നു. ലെറ്റ് ബി എനി മെമ്പേഴ്സ്, സ്റ്റാർട്ടിങ് ഫ്രം ദ ലോവസ്റ്റ് മെമ്പർ ടു ദി ആർക്കിടെക്ചർ ഹു വാസ് സിറ്റിംഗ് ഇൻ ദ ചെയർ. സോ എവറി വൺ കോപ്പറേറ്റഡ് വെരി വെൽ. ആൻഡ് നമ്മളുടെ റിക്വയർമെൻറ്റ്സിന് എങ്ങനെ ഒരു എക്സിക്യൂഷനായിട്ട് നമ്മളുടെ മുമ്പിൽ ഒരു നമ്മളുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ കൂട്ടാം, അത് ആ ഒരു എഫേർട്ട് ഞാൻ അവരുടെ കണ്ടു. ഒരു വീട് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു കൈകളിലൂടെ മാത്രം കടന്നു പോവുകയാണെങ്കിൽ അതിന് മാക്സിമം ഫിനിഷിങ് കൊടുക്കാൻ പറ്റും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഞങ്ങൾക്ക് മരിയ ഗ്രൂപ്പിന് ഈ വീട് ചെയ്യുന്ന സമയത്ത് മരിയ ആർക്കിടെക്ചറൽ ഡിസൈൻ സ്റ്റുഡിയോ ഈ വീടിൻ്റെ ഡിസൈൻ തയ്യാറാക്കി. അതുപോലെ തന്നെ മരിയ ഇൻഫ്രാസ്ട്രക്ചർ അതിൻ്റെ കൺസ്ട്രക്ഷൻ, സിവിൽ കൺസ്ട്രക്ഷൻ ഏറ്റെടുത്തു. അൽമരിയ ഇൻറ്റീരിയർ ഫാക്ടറി ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് ചെയ്തു, അങ്ങനെ ഫിനിഷിംഗ് വർക്കുകൾ ചെയ്തു. അപ്പോൾ ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട ഓരോ വർക്കിലും പറഞ്ഞ സമയത്ത് ക്ലയൻറ്റ് ഉദ്ദേശിച്ച ആ ക്വാളിറ്റിയിലും ഒരു ടൈം പീരീഡിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ സാധിച്ചു എന്നുള്ളത് മരിയ ഗ്രൂപ്പിൻ്റെ ഒരു വിജയം തന്നെയാണ്. ഇനി നമുക്ക് മരിയ ഗ്രൂപ്പിൻ്റെ മറ്റൊരു വീടിൻ്റെ ഡിസൈനുമായിട്ട് വീണ്ടും കാണാം.